മലേഷ്യയിൽ ഗ്യാസ് പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ചയെ തുടർന്ന് വൻ തീപിടുത്തം. മധ്യ സെലങ്കൂർ സംസ്ഥാനത്തെ പുത്ര ഹൈൻസിന്റെ പ്രാന്തപ്രദേശത്തുണ്ടായ അപകടത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ സ്ഥാപനമായ പെട്രോണാസിലെ പൈപ്പ് ലൈനിലാണ് ചോർച്ചയുണ്ടായത്. 49 വീടുകൾ തകർന്നു, 112 പേർക്ക് പരിക്കുമേറ്റു. ക്വാലാലംപൂരിന് പുറത്തുള്ള അവരുടെ ഗ്യാസ് പൈപ്പ് ലൈനുകളിൽ ഒന്നിലാണ് ഈ ദാരുണ സംഭവം ആരംഭിച്ചതെന്നാണ് ദേശീയ എണ്ണ കമ്പനിയായ പെട്രോനാസ് പറയുന്നത്. കൂടാതെ തീപിടുത്തത്തിൽ 20 നില ഉയരത്തിൽ തീ പടർന്നു. ഒരു റെസിഡൻഷ്യൽ പരിസരത്ത് ഒരു വലിയ ഗർത്തം അവശേഷിപ്പിച്ചു. 3 കുട്ടികളടക്കം 145 പേർക്ക് പരിക്കേറ്റതായാണ് ആരോഗ്യമന്ത്രി സുൽകിഫ്ലി അഹമ്മദിനെ ഉദ്ധരിച്ച് ന്യൂ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ 67 പേർ ഇപ്പോഴും പൊതു ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും കൂടുതലും സെക്കൻഡ്, തേർഡ് ഡിഗ്രി പൊള്ളലേറ്റവരാണെന്നും 37 പേർ ക്ലിനിക്കുകളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സകൾ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊള്ളൽ, ശ്വാസതടസ്സം എന്നിവ കാരണം 63 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും സെലങ്കൂർ ഡെപ്യൂട്ടി പോലീസ് മേധാവി മുഹമ്മദ് സൈനി അബു ഹസൻ പറഞ്ഞു. അതേസമയം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രസ്താവിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നതുവരെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരെ താൽക്കാലിക കേന്ദ്രങ്ങളിൽ മാറ്റി പാർപ്പിക്കുമെന്നും സെലാങ്കൂർ മുഖ്യമന്ത്രി പറഞ്ഞു. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടുകളിലെ ജനാലകളും വാതിലുകളും ഇളകിത്തെറിച്ചു. പൈപ്പ് ലൈനിലെ വാൽവുകൾ അടച്ചാൽ മാത്രമേ തീ അണയ്ക്കാൻ കഴിയൂവെന്നും അഗ്നിശമന സേന പറഞ്ഞു. പ്രദേശത്തുള്ള 3 പെട്രോൾ പമ്പുകളെ സ്ഫോടനം ബാധിച്ചിട്ടില്ല. മുൻകരുതൽ നടപടിയായി ഇവ താൽക്കാലികമായി അടച്ചു. പൈപ്പ് ലൈൻ ചോർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി പെട്രോനാസ് അധികൃതർ അറിയിച്ചു. തീപിടുത്തത്തിൽ 190 വീടുകളും 148 വാഹനങ്ങളും നശിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. കൂടാതെ തീപിടുത്തമുണ്ടായതിന്റെ കാരണങ്ങളെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഥലത്തിന്റെ 290 മീറ്ററിനുള്ളിലെ വീടുകൾ അതിർത്തിയിൽ തന്നെ തുടരുമെന്നും അധികൃതർ അറിയിച്ചു.